ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമുക്കിന്ന് 9th ഫെബ്രുവരിയുടെ സെക്കൻഡ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ്. എനിക്ക് ഇടയ്ക്ക് കുറച്ച് ഷിഫ്റ്റുകൾ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കുറച്ച് മിക്സ് ചെയ്താണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ബട്ട് ഞാൻ എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റാവത്ത്ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് റാവത്ത്ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ഇൻ രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാനിലാണ് റാവത്ത്ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ്. നമുക്ക് ഓർത്ത് വയ്ക്കാം, റാവത്ത്ബട്ടയും ആറാണ്, അതുപോലെ ഏതാണ് രാജസ്ഥാൻ്റെയും ആറാണ്. അപ്പോൾ റാവത്ത്ബട്ട എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, റാവത്ത്ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1973. എപ്പോഴാണ്? 1973ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാനഡ. കാനഡയാണ് റാവത്ത്ബട്ട രാജസ്ഥാനിൽ 1973ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏത് കൺട്രിയാണ്? കാനഡ. ഏത് കൺട്രിയാണ്? കാനഡ. കാനഡയുടെ ഹെൽപ്പോട് കൂടിയാണ് റാവത്ത്ബട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ രാജസ്ഥാനിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് കൂടൻകുളം ആൻഡ് കൽപ്പക്കം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എവിടെയാണ് വരുന്നത്? കൂടൻകുളം ആൻഡ് കൽപ്പക്കം തമിഴ്നാട്ടിലാണ്. ഓക്കെ, കെ രണ്ടും സെയിം പോലെയാണ്. കൂടൻകുളം ആൻഡ് കൽപ്പക്കം എവിടെയാണ് വരുന്നത്? തമിഴ്നാട്ടിലാണ്. കൂടൻകുളം ആൻഡ് കൽപ്പക്കം ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ. മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഈസ് എ പ്രോജക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഏത് കൺട്രി ആയിട്ടാണ്? ഇന്ത്യയും നേപ്പാളും. ഇന്ത്യയും ഏത് കൺട്രിയാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആണ് ഇത് മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ. ഓക്കെ, പെട്രോളിയം പൈപ്പ് ലൈൻ ഏതാണ്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച്. ഏതാണ്? ഇന്ത്യയും നേപ്പാളും കൂടെ ഉള്ള ഒരു ജോയിന്റ് പ്രോജക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ബൈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഓലി. ആരാണ് അപ്പോൾ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ? ഇറ്റ്സ് KP ശർമ്മ ഓലിയാണ്. അപ്പോൾ ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നരേന്ദ്രമോദിയും അതുപോലെ തന്നെ KP ശർമ്മ ഓലിയും കൂടെ ചേർന്നിട്ടാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഇത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ് ഏത്? മോത്തി ഹാരി. ഏത്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച്. ഏതാണ്? മോത്തി ഹാരി അംലേഖ് ഗുഞ്ച് പെട്രോളിയം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്രോസ് ബോർഡർ പെട്രോളിയം പ്രോഡക്റ്റ് പൈപ്പ് ലൈൻ ആണ്. ഇനാഗുറേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഓലിയുമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ലൊക്കേറ്റഡ്? കൊടൈക്കനാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ്? തമിഴ്നാടുവിലാണ് ഏത്? കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1899ലാണ് കൊടൈക്കനാലിലെ സോളാർ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് ഇയറിലാണ്? 1899ലാണ്. കൊടൈക്കനാൽ എവിടെയാണ്? തമിഴ്നാടുവിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ഡോക്യാർഡ്. എവിടെയാണ്? എവിഡൻസ് ഓഫ് ഡോക്യാർഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഏത് പ്ലേസിലാണ് ഡോക്യാർഡിന്റെ എവിഡൻസ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമ്മൾ കാണുന്നത്? ഇറ്റ്സ് ഇൻ ലോതലാണ്. എവിടെയാണ് ഡോക്യാർഡ് കാണപ്പെടുന്നത്? എവിടെയാണ്? ലോതലാണ്. നമുക്ക് ഡോക്യാർഡിന്റെ എവിഡൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ലോത്തലിൽ നിന്നാണ്. ഓക്കെ, ലോതൽ നിന്നാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റേറ്റ്സ് അക്കൗണ്ട്സ് ഫോർ ഓവർ 90% ഓഫ് ഇന്ത്യസ് ഡയമണ്ട് റിസർവ്സ് ആൻഡ് പ്രൊഡക്ഷൻ? ഓക്കെ, ഇന്ത്യയുടെ ഡയമണ്ട് റിസർവ്സും അതുപോലെ പ്രൊഡക്ഷൻ്റെയും 90%ഉം ഏത് സ്റ്റേറ്റ് ആണ് അക്കൗണ്ടബിൾ? ഏത് സ്റ്റേറ്റിനാണ് 90% ഓഫ് ഇന്ത്യയുടെ ഡയമണ്ട് റിസർവ്സും പ്രൊഡക്ഷനും വരുന്നത്? എവിടെയാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് ഡയമണ്ട് പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ 90% ഡയമണ്ട് പ്രൊഡക്ഷൻ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെഡൽസ് വൺ ബൈ ഇന്ത്യ ഇൻ 1951 ഏഷ്യൻ ഗെയിംസ്? ഓക്കെ, അപ്പം 1951 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ടോട്ടലി എത്ര മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്? ഇറ്റ് വാസ് 51 മെഡൽസ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് 1951 തന്നെ നമുക്ക് ചോദ്യമായിട്ട് വന്നത്? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് എവിടെ? 1951 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യ എത്ര മെഡൽസ് ആണ്? 51 മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്. എത്രയാണ്? 51 മെഡൽസ് ആണ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ന്യൂഡൽഹിയിൽ വേറൊരു 1982 ഏഷ്യൻ ഗെയിംസും എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, 1982 എവിടെയാണ്? 1982 ഏഷ്യൻ ഗെയിംസും ന്യൂഡൽഹിയിലാണ്.
അപ്പോൾ അതിൽ നമുക്ക് എത്ര മെഡൽസ് ആണ് ഇന്ത്യ വൺ ചെയ്തത്? ഇറ്റ്സ് 57 മെഡൽസ്. ഓക്കെ, അതിൽ നമ്മൾ 57 മെഡൽസ് ആണ് നമ്മൾ ഇന്ത്യ വൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1951 ഏഷ്യൻ ഗെയിംസിൽ 51 മെഡൽസും 1982 ഏഷ്യൻ ഗെയിംസിൽ 57 മെഡൽസുമാണ്. ഇത് രണ്ടും നടന്നത് എവിടെയാണ്? ഇത് രണ്ടും നടന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫോട്ടോട്രോപ്പിസം? ഫോട്ടോട്രോപ്പിസം എന്താണ്? നമ്മുടെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ടുവേർഡ്സ് ലൈറ്റ് ആണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചിലത് എന്താ ടുവേർഡ്സ് അല്ല, എവേ ഫ്രം ദ ലൈറ്റ് ആയിരിക്കും. ഓക്കെ, എവേ ഫ്രം ദ ലൈറ്റ് ആണ് ആ പ്ലാന്റിന്റെ ഗ്രോത്ത് എങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോട്ടോട്രോപ്പിസം എന്താണ്? ഇറ്റ്സ് എ ഗ്രോത്ത് റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടുവേർഡ്സ് ഓർ എവേ ഫ്രം ലൈറ്റ്. ഓക്കെ, ടുവേർഡ്സ് ഓർ എവേ. അതിൽ ടിപ്പിക്കലി എപ്പോഴും എന്താണ് നമുക്ക് പ്ലാന്റ്സ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ലൈറ്റ് ആണ് പ്ലാന്റ്സ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ടുവേർഡ്സ് ദ ലൈറ്റ് ആണ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ഫോട്ടോട്രോപ്പിസം. How many seats are reserved for scheduled caste? Okay, how many seats are reserved for scheduled caste in Lok Sabha ആണ്. scheduled caste ന് എത്ര സീറ്റ്സ് ആണ് റിസർവ്ഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് 84 സീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന് 84 സീറ്റ്സ് ആണ് ലോക്സഭയിൽ റിസർവ് ചെയ്തേക്കുന്നത്. എത്രയാണ്? 84. ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരുമ്പോഴോ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 47 ആണ്. ഓക്കെ, എത്രയാണ്? ഷെഡ്യൂൾഡ് ട്രൈബ്സിന് 47 സീറ്റ്സ് ആണ് ലോക്സഭയിൽ നമ്മൾ റിസർവ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഓഫ് 131 സീറ്റ്സ് ആണ് നമുക്ക് ലോക്സഭയിൽ റിസർവേഷൻ വരുന്നത്. ഓക്കെ, ടോട്ടൽ ഓഫ് 131 സീറ്റ്സ് എവിടെയാണ്? ലോക്സഭയിലാണ്. ഓക്കെ, ലോക്സഭയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് കളക്ഷൻ ഓഫ് പോയംസ് ബൈ ടാഗോർ വൺ ഹിം ദ നൊബേൽ പ്രൈസ്? ഓക്കെ, നമുക്കറിയാം രവീന്ദ്രനാഥ് ടാഗോർ ആണ് the first Indian to receive a Nobel Prize in Literature. Okay, first Indian to receive a Nobel Prize in Literature ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അപ്പോൾ പുള്ളിക്ക് ഏത് കളക്ഷൻ ഓഫ് പോയംസിനാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? ഗീതാഞ്ജലിക്കാണ്. ഓക്കെ, അത് നമുക്കറിയാം, ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഏതിനാണ്? ഗീതാഞ്ജലിക്കാണ്. ആൻഡ് ഗീതാഞ്ജലി 1912 പബ്ലിഷ് ചെയ്യുന്നത്. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് എന്താണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതേത് കളക്ഷൻ ഓഫ് പോയിംസിനാണ്? ഗീതാഞ്ജലിക്കാണ്. ഓക്കെ, ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ആൻഡ് ഗീതാഞ്ജലി കണ്ടെയ്ൻസ് 103 പോയിംസ്. എത്ര പോയിംസ് ആണ് ഗീതാഞ്ജലിയിലുള്ളത്? 103 പോയിംസ്. എത്ര പോയിംസ് ഉണ്ട്? 103 പോയിംസ്. അപ്പോൾ ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ നൊബേൽ ലോറേറ്റ്. ഓക്കെ, നൊബേൽ ലോറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് നൊബേൽ പ്രൈസ് കിട്ടിയ ആളിനെയാണ് നമ്മൾ നൊബേൽ ലോറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫേമസ് ഗേറ്റ് വേ ദാഖി ദർവാസ ഇസ് ലൊക്കേറ്റഡ്. എവിടെയാണ് ദാഖി ദർവാസ ലൊക്കേറ്റ് ചെയ്യുന്നത്? ദാഖി ദർവാസ ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. എവിടെയാണ് ദ ഫേമസ് ഗേറ്റ് വേ ആയിട്ടുള്ള ദാഖി ദർവാസ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ മാൽഡ ഡിസ്ട്രിക്ട്. ഓക്കെ, മാൽഡ ഡിസ്ട്രിക്ട് ഓഫ് വെസ്റ്റ് ബംഗാളിലാണ് ദാഖി ദർവാസ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ECHO? എന്താണ്? എക്കോ കാർഡിയോഗ്രഫിയാണ്. എക്കോ കാർഡിയോഗ്രഫിയാണ് ECHO. ആൻഡ് ECHO എന്താണ്? ECHO സ്റ്റാൻഡ്സ് ഫോർ എക്കോ കാർഡിയോഗ്രഫി. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് 2D or 3D ഹാർട്ടിൻ്റെ പിക്ചേഴ്സ്. ഓക്കെ, ഹാർട്ടിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എക്കോ എന്ന് വെച്ചാൽ എക്കോ കാർഡിയോഗ്രഫി. ആൻഡ് എക്കോ കാർഡിയോഗ്രഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാർട്ടിൻ്റെ പിക്ചേഴ്സ്. ഓക്കെ, 3D or 2D ആയിട്ടുള്ള ഹാർട്ടിൻ്റെ പിക്ചേഴ്സും ഹാർട്ട് വാൽവ്സിൻ്റെ പിക്ചേഴ്സും അതുപോലെ ബ്ലഡ് ഫ്ലോയും എല്ലാം നമുക്ക് എടുക്കുന്നതാണ് ഇതിലൂടെ എക്കോ കാർഡിയോഗ്രഫി. ഓക്കെ, എക്കോ കാർഡിയോഗ്രഫി. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഡിഡ് മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ്? ഓക്കെ, മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഏത് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്? നമുക്ക് 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകളാണ് നടന്നത്. അതിൽ മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്. എപ്പോഴാണ്? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് ഇൻ 1931. ഈ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും ഹെൽഡ് ചെയ്തത് എവിടെയാണ്? ലണ്ടനിലാണ്. ഓക്കെ, 3 നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ്. അതിൽ മഹാത്മാഗാന്ധി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ് വിച്ച് വാസ് ഹെൽഡ് ഇൻ 1931. എവിടെയാണ്? എന്നാണ്? 1931. ഓക്കെ,
1931 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എപ്പോഴാണ്? 1930. ഓക്കെ, 1930 ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. സെക്കൻഡ് 1931 ആൻഡ് തേർഡ് നമുക്ക് നടക്കുന്നത് 1932 ഓക്കെ, 1932 നമുക്കിത് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മഹാത്മാഗാന്ധി ലണ്ടനിൽ എത്തിയ ഷിപ്പിന്റെ പേര് എന്തായിരുന്നു? ഷിപ്പ് ഇറ്റ് ഈസ് SS രാജ്പുതാന. ഓക്കെ, SS രാജ്പുതാന എന്ന ഷിപ്പിലാണ് മഹാത്മാഗാന്ധി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പങ്കെടുക്കാനായിട്ട് ലണ്ടനിൽ എത്തിയത്. ഇതിലാണ് SS രാജ്പുതാന, SS രാജ്പുതാന. ഓക്കെ ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഇതൊരു ഫാക്റ്റ് ആണ്. എന്താണ് ഇത്? ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരേ ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ഈ മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്പോർട്ട് ഡിഡ് തജീന്ദർ പാൽ സിംഗ് വൺ 2 ഗോൾഡ് മെഡൽസ്? ഓക്കെ, ഇൻ ഏഷ്യൻ ഗെയിംസിൽ തജീന്ദർ പാൽ സിംഗിന് 2 ഗോൾഡ് മെഡൽ കിട്ടിയത് ഏത് സ്പോർട്ടിലാണ്? ഷോർട്ട് പുട്ടിലാണ്. 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഏതിനാണ്? ഷോർട്ട് പുട്ടിലാണ്. ആർക്കാണ്? തജീന്ദർ പാൽ സിംഗ്. ഓക്കെ, തജീന്ദർ പാൽ സിംഗ്. ഓക്കെ, 2 വട്ടം നമുക്ക് ഗോൾഡ് മെഡൽ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ആരാണ്? തജീന്ദർ പാൽ സിംഗ് ആണ്. ഏഷ്യൻ ഗെയിംസിൽ ഏത് സ്പോർട്ടാണ്? ഇറ്റ്സ് ഷോർട്ട് പുട്ട്. ഓക്കെ, ഷോർട്ട് പുട്ടിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേം ഫൈൻ ലെഗ്, തേർഡ് മാൻ ആൻഡ് ഡീപ്പ് എക്സ്ട്രാ കവർ ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്? ഏത് സ്പോർട്ടുമായിട്ടാണ് ഫൈൻ ലെഗ്, തേർഡ് മാൻ അല്ലെങ്കിൽ ഡീപ്പ് എക്സ്ട്രാ കവർ എന്നീ വേർഡ്സ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് സ്പോർട്ടാണ്? ക്രിക്കറ്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ആയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നത്? ഇറ്റ്സ് ഫൈൻ ലെഗ്, തേർഡ് മാൻ ആൻഡ് ഡീപ്പ് എക്സ്ട്രാ കവർ. ഇത് മൂന്നും ഏത് സ്പോർട്ടുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രിക്കറ്റ് ആണ്. ഓക്കെ, ക്രിക്കറ്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫേമസ് ബര ഇമാംബര is situated on the banks of which river? ഏത് റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗോംതി റിവർ. ഓക്കെ, ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഗോമതി റിവറിന്റെ ബാങ്ക്സിലാണ്. ആൻഡ് ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ലക്നൗ, ഉത്തർപ്രദേശ്. ലക്നൗ നമുക്കറിയാം എവിടെയാണ്? ഉത്തർപ്രദേശ്. ഇപ്പൊ ലക്നൌവിലെ ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലക്നൌവിലെ ഗോംതി റിവറിന്റെ ബാങ്ക്സിലാണ് ബര ഇമാംബര. ഓക്കെ, ബര ഇമാംബര എവിടെയാണ്? ലക്നൗ. ആൻഡ് ഇറ്റ്സ് ബിൽഡ് ബൈ അസാഫ് ഉബ് ദൗള. ഓക്കെ, അസാഫ് ഉബ് ദൗളയാണ് ഇത് ബിൽഡ് ചെയ്തത് ഇൻ 1784. ഏത് ഇയറിലാണ്? 1784. ആൻഡ് ഇറ്റ് ഈസ് അതുകൊണ്ട് തന്നെ എന്താണ്? അസാഫ് ഉബ് ദൗളയാണിത് ബിൽഡ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബരയാണ്. ഓക്കെ, ഓക്കെ, അസാഫി ഇമാംബര. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. അപ്പോൾ ഏതാണ്? ബര ഇമാംബര. ഏത് റിവറാണ്? ഗോംതി റിവർ, സിറ്റുവേറ്റഡ് ഇൻ ലക്നൗ ആണ്. അസാഫ് ഉബ് ദൗള 1784 ഇത് ബിൽഡ് ചെയ്തത്. സോ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അസാഫി ഇമാംബര. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേദ സമാജ വാസ് ഇൻസ്പയർഡ് ബൈ ദ ഐഡിയൽസ് ഓഫ് വിച്ച് സൊസൈറ്റി? ഏത് സൊസൈറ്റി അല്ലെങ്കിൽ ഏത് സമാജത്തിന്റെ ഐഡിയൽസുമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് വേദ സമാജം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബ്രഹ്മസമാജിന്റെ ആണ് കേട്ടോ. ബ്രഹ്മസമാജിന്റെ ഐഡിയൽസ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് വേദ സമാജം സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രഹ്മസമാജ് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇറ്റ് വാസ് ബൈ രാജാറാം മോഹൻ റോയ്. ഓക്കെ, ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ് ബ്രഹ്മസമാജ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, എവിടെയാണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ബ്രഹ്മസമാജ് എവിടെയാണ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വെസ്റ്റ് ബംഗാളാണ്. ആൻഡ് വേദസമാജ് സൗത്തിലാണ്. ഓക്കെ, വേദസമാജ് മദ്രാസിലാണ്, സൗത്തിലാണ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്. വേദസമാജ് എവിടത്തെയാണ്? വേദസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മദ്രാസിലാണ്. ഓക്കെ, മദ്രാസിലാണ്. ആൻഡ് therefore വേദസമാജ് is called as the Brahma Samaj of South India. Actually it was renamed. Okay, later it was വേദസമാജ് പിന്നീട് റീനെയിം ചെയ്യുകയുണ്ടായി. എങ്ങനെ? ബ്രഹ്മസമാജ് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ബ്രഹ്മസമാജ് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? അപ്പോൾ വേദസമാജാണ്. വേദസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എവിടെയാണ്? മദ്രാസിലാണ്. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കേശവ് ചന്ദ്ര സെൻ ആൻഡ് കെ ശ്രീധരളു നായിഡു. ഓക്കെ, ആരൊക്കെയാണ്? കേശവ് ചന്ദ്ര സെൻ ആൻഡ് കെ ശ്രീധരളു നായിഡു. ആരൊക്കെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് മദ്രാസിൽ? കേശവ് ചന്ദ്ര സെൻ ആൻഡ് കെ ശ്രീധരളു നായിഡു. ഓക്കെ, ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, സോ നെക്സ്റ്റ് എല്ലാം നമുക്ക് ബ്രഹ്മസമാജാണ്. അപ്പോൾ ബ്രഹ്മസമാജ് ആരാണ് ഫൗണ്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞു രാജാറാം മോഹൻ റോയ് ആണ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. കൽക്കട്ട, ഓക്കെ, കൽക്കട്ട വെസ്റ്റ് ബംഗാളിലാണ് ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓൺ 20th ഓഗസ്റ്റ് എന്നാണ് 1828. ഓക്കെ, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1828ലാണ്. ഏത് ഇയറിലാണ് ബ്രഹ്മസമാജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1828ലാണ് ബൈ രാജാറാം മോഹൻ റോയ് ആണ്. കൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ. ഓക്കെ, its ideal. Next question is, which actress's book is The Style Diary of a Bollywood Diva? ഏത് ആക്ട്രസിന്റെ ബുക്കാണ് The Style Diary of a Bollywood Diva? ആരുടെയാണ് The Style Diary of a Bollywood Diva? ഇറ്റ്സ് കരീന കപൂർസ്. ഓക്കെ, ഇറ്റ്സ് കരീന കപൂർസ്. കരീന കപൂറിന്റെ ബുക്കാണ് The Style Diary of a Bollywood Diva and it was published in 2012. എപ്പോഴാണ്? 2012ലാണ് The Style Diary of a Bollywood Diva പബ്ലിഷ് ചെയ്യുന്നത്. ബൈ ഹൂം? ബൈ കരീന കപൂർ. ബൈ കരീന കപൂർ ആണ്. ആൻഡ് അതിൻ്റെ കോ ഓതർ ആരാണ്? റുസെൽ പിൻറ്റോ. റുസെൽ പിൻറ്റോ ആണ് ദ കോ ഓതർ ഓഫ് ദ സ്റ്റൈൽ ഡയറി ഓഫ് എ ബോളിവുഡ് ദിവ. അതിൻ്റെ കോ ഓതർ ആരാണ്? റുസെൽ പിൻറ്റോ ആണ്. ഓക്കെ, സോ അത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഞാൻ ഇനിയും ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോസ് ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.